നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. അപ്പോ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല ഈ റീഡിംഗ്. ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും അതിനനുസരിച്ച് നിങ്ങൾ ഇതിൽ കാണുന്ന പോലെയുള്ള ഡ്രാസ്റ്റിക് ആക്ഷൻ ഒന്നും നിങ്ങൾ എടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അപ്പൊ കുറച്ച് കാർഡുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടെ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ 100% അതിനകത്ത് ഇടാൻ നോക്കുക. എന്നാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിലുപരിയായിട്ടുള്ള പ്രോഫിറ്റുകൾ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോ നമ്മള് ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ ആവശ്യത്തിന് ആവശ്യമുള്ള അത്രയും ആത്മാർത്ഥതയോടെ അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗുണം കിട്ടുമെങ്കിലും അതിന്റെ പെർഫെക്റ്റ് ആയ ഗുണം കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഗുണം കിട്ടാതിരിക്കുന്നത് നിങ്ങൾ 100% നിങ്ങളുടെ എന്താ പറയാ പ്രവൃത്തി അതിനകത്ത് ഇൻവെസ്റ്റഡ് അല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോ ബിസിനസ്സിലും എല്ലാം പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറവ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കൂടുതൽ. അങ്ങനെ വരുമ്പോഴും എന്താ പറയാ, നിങ്ങൾക്ക് ഇപ്പം 1 കോടി ടേൺ ഓവർ വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, അതിനനുസരിച്ച് ഇൻപുട്ട് വേണം. എന്നാലും മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾക്ക് 100% അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി ദൈവം കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിനുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് കുറെ നാളായിട്ട് കിട്ടാതിരുന്നത് അത് കിട്ടി തുടങ്ങും ഇനി എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈമിംഗ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ എനർജീസിൽ കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യമില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരാളുടെ സപ്പോർട്ട് വേണം, അതിന് ഇവര് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു കാര്യം. അങ്ങനെയുള്ള ഇപ്പൊ നമ്മളെ വീട്ടിലുള്ളവര് നമ്മളെ തള്ളി പറയുന്നു, അവർക്ക് നമ്മളുടെ പുരോഗതിയിൽ അസൂയുണ്ട്, നമ്മളെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കെങ്കിലും ഒക്കെ നമ്മളോട് അസൂയ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു പേടിയാണ്. ഞാനിപ്പോ ഇങ്ങനെ ചെയ്താല് ആളുകളെ ഇപ്പൊ അഹങ്കാരമാണെന്നൊക്കെ പറയുമോ എന്നൊരു പേടി. അതുപോലെ തന്നെ നമ്മളുടെ അസൂയാലുക്കളായ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും പണി തരും, അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും അങ്ങോട്ട് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഒരു നെഗറ്റീവ് ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരും. അതുപോലെ തന്നെ പുറത്തുള്ളവര് നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ ബിസിനസ്സിലൊക്കെ കുറച്ച് നഷ്ടം വരുമ്പോൾ ആരെങ്കിലും ഒക്കെ കൈവിഷം തന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പേടിയുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്, ധൈര്യം വരാൻ വേണ്ടി. പിന്നെ ഡിസ്ട്രോയർ, ഈ കാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാർഡാണ്. ഈ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞ കാർഡ് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നു. അപ്പൊ ഈ ബിസിനസ് ഔട്ട്ഡേറ്റഡ് ആണ്. എല്ലാത്തിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാലം മാറുന്തോറും കോമ്പറ്റീഷൻ കൂടുകയാണ്, ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ നമ്മൾ പഴയ തരത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു ജോലി സാലറിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു, നമുക്ക് പുറത്തേക്ക് ജോലി നോക്കാനുള്ള ധൈര്യമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ചില സമയത്ത് പ്രശ്നങ്ങൾ വന്ന് ലേ ഓഫ് വരും. എന്ന് വെച്ചാൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കണം, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള വഴിയുണ്ട്. പക്ഷെ നിങ്ങൾ പേടിച്ച് അവിടെ നിൽക്കുമ്പോൾ, ആക്ഷൻ എടുക്കാതിരിക്കുമ്പോൾ യൂണിവേഴ്സ് അതിനകത്ത് ഇടപെടും. അതാണ് ഡിസ്ട്രോയർ. അപ്പൊ നിങ്ങളിപ്പോ ഒരു കട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല, പക്ഷെ നിങ്ങളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കുറവാണ്. അപ്പൊ നിങ്ങളൊരു ആക്ഷൻ എടുക്കണം, നിങ്ങൾ ആ ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ചില സമയത്ത് തീപിടുത്തം ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിക്കാതെ. അത് വെള്ളപ്പൊക്കം ഉണ്ടാവും, വെള്ളം കയറും, കടയിലുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകും. അതല്ലെങ്കിൽ ആളുകള് വാടകക്കാര് വന്ന് പ്രശ്നം ഉണ്ടാക്കും, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു വഴി തുറന്നു തരാനാണെന്നുള്ളൊരു പോസിറ്റീവ് ചിന്ത വേണം. അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നല്ല. ഓരോ വാതിൽ അടയുമ്പോഴും അത് ദൈവം വഴി നിങ്ങൾക്ക് തുറന്നു തരികയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ലേ ഓഫ് ചെയ്യുക,
അതല്ലെങ്കിൽ ജോലിയിൽ നിന്ന് നിങ്ങളെ പിരിച്ചുവിടുക, സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോസിറ്റീവായിട്ട് കാണണം. കാരണം ഇവിടെ നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാനുള്ള ഓരോ സമയങ്ങളുണ്ട്. ആ സമയം മാറിയിട്ട് പുതിയ സമയം വരണം. അതിന് നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് യൂണിവേഴ്സ് ഇടപെട്ട് ഇങ്ങനെ കുറെ ആക്ഷൻസ് എടുക്കുക. അപ്പൊ പിന്നെ വരുന്നത് പുതിയതായിരിക്കാം. നിങ്ങൾക്ക് വേറെ വഴിയില്ല, എങ്ങോട്ട് തിരിയണം എന്നറിയില്ല. അപ്പൊ നിങ്ങൾ വഴി കണ്ടെത്തും, വഴി കണ്ടെത്തണം. അതിനാണ് ഈ ഡിസ്ട്രോയർ വരുന്നത്. അവസാനത്തെ കാർഡ്, നിങ്ങൾക്ക് എന്തോ അഡിക്ഷനോ ഒബ്സഷനോ എന്തോ ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരാളുമായിട്ട് നിങ്ങൾ ഇഷ്ടത്തിലാണ്, അവരുമായിട്ട് കല്യാണം ഒന്നും കഴിക്കുന്നില്ല, അവരെ നിങ്ങൾ ഓഫീസിൽ വരുന്നതിന് അവരൊരു കാരണമാകുന്നു. ഇങ്ങനെയുള്ളൊക്കെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പുതിയൊരു ജോലി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചു. കാരണം ഇവരെ കണ്ടോണ്ടിരിക്കാമല്ലോ, അല്ലെങ്കിൽ ഇയാളെ കണ്ടോണ്ടിരിക്കാമല്ലോ. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, എൻ്റെ അടുത്ത് റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോ നിങ്ങളുടെ വരുമാനം നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ഉയരുന്നില്ല. അപ്പൊ അതിനുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സ് ഒരു ആക്ഷൻ എടുക്കും. അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ് വരുത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ അത് പിന്നീട് നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങാനുള്ള ഒരു അവസരമായിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ കൂടിയാണ് നിങ്ങൾ പോകാൻ പോകുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങളുടെ ഫിനാൻസിന്റെ എനർജി എന്താണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഫിനാൻസിന്റെ എനർജി എന്താണ്? ഓം നമഃ ശിവായ. ഓ, നല്ലതാണല്ലോ. സ്റ്റാർ കാർഡ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇപ്പോഴും വിശ്വാസമുണ്ട്, നിങ്ങൾക്കൊരു ആശയുണ്ട്, നിങ്ങൾക്ക് കുറെ പ്രതീക്ഷകളുണ്ട്. അപ്പൊ പ്രതീക്ഷകൾക്ക് ഒപ്പം ഉയരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് സ്റ്റാർ കാർഡ് ആണ്, അക്വേറിയസ് ആണ്. സ്റ്റാർ എന്ന് പറയുമ്പോ വഴികാട്ടി എന്നാണ് പറയുക. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള വഴി തുറന്ന് കിടക്കുകയാണ്. നിങ്ങൾ അത് കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് സ്റ്റാർ കാർഡ് വന്നതെന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റാർ കാർഡ് വന്നിട്ടുള്ളത്? 5 ഓഫ് കപ്സ് അപ്രൈറ്റ് വന്നിട്ടുണ്ട്. 6 ഓഫ് സ്വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പേടിയുണ്ട്, മനസ്സിലൊരു പേടിയുണ്ട്. ഞാനിങ്ങനെ തന്നെ മുമ്പോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, എനിക്കൊരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ എന്റെ മുകളിൽ ഒരു റിപ്പോർട്ട് ചെയ്യാൻ ഒരാൾ എപ്പോഴും വേണം, അല്ലെങ്കിൽ എന്നെ കൈപിടിച്ച് നടത്താൻ ഒരാൾ വേണമെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിനു മുമ്പ് പണം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴോ നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയപ്പോഴൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു ചിന്തയിൽ നിങ്ങൾ ഇരിക്കരുത്. ആ ഓപ്പർച്യൂണിറ്റീസ് പൊക്കോട്ടെ. കഴിഞ്ഞ കാര്യത്തെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനിയല്ല, മൂവിങ് ഓൺ. നിങ്ങൾ ആ പ്രശ്നങ്ങൾ പുറകിലാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക. നിങ്ങൾക്ക് നല്ലത് വരും. അതിനുള്ള പ്രത്യാശ നിങ്ങൾക്ക്, അല്ലെങ്കിൽ വഴി തുറന്ന് കിടക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. സോറി. നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എടുക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് നിങ്ങളുടെ അടുത്തുണ്ട്. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. കാരണം നിങ്ങൾ പാസ്റ്റിലെ എക്സ്പീരിയൻസിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കുറച്ചധികം കാർഡ് വന്നിട്ടുണ്ട്, എന്നാലും ഞാൻ അത് എടുക്കുകയാണ്. കുറെ കാർഡ്സ് ഉണ്ട്. കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, മുമ്പോട്ട് കുതിക്കാനുള്ള ധൈര്യമുള്ള ഒരു എന്താ പറയാ, ഒരു ഓപ്പർച്യൂണിറ്റി വന്നാല് അതിനെ സക്സസ്ഫുൾ ആക്കാൻ കഴിവുള്ള ഒരു എനർജി ആയിട്ടാണ് ഇവിടെ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബിസിനസ്സിൽ നമ്മൾ പ്രോഫിറ്റ് മാത്രം പ്രതീക്ഷിച്ച് എല്ലാം
വളരെ സുഖലോലുപരായ ആളുകൾ ബിസിനസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു കാര്യം നേടണമെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെടണം. ഹാർഡ് വർക്കും ഡെഡിക്കേഷനും നമ്മൾ ചെയ്യുന്ന കാര്യത്തോടൊരു പാഷനും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? അപ്പോ ഫിനാൻഷ്യൽ സൈഡിൽ പ്രത്യേകിച്ചും കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പൊ നമുക്ക് എല്ലാവരിലും കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഫൈനലി കാണിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങള് സ്റ്റക്ക് ആയിട്ട് നിങ്ങൾ പഴയ ഐഡിയാസ് വെച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് ജോലി. അപ്പൊ ആരെങ്കിലും പുതിയ ഐഡിയാസ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പുച്ഛമാണ്. ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചിലര് വളരെ പാഷനറ്റ് ആയിട്ടുള്ളവരാണ്. നിങ്ങൾ പിന്നെ ബിസിനസ് പാർട്ട്നേഴ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും ഡെഡിക്കേഷൻ കൊടുക്കാനുമുള്ള കഴിവുള്ള ആളുകളെ ചൂസ് ചെയ്യുക. നിങ്ങളോട് യെസ് പറയുന്ന ആളുകളെ മാത്രം നിങ്ങൾ വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് പുരോഗമിക്കുമില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ അഡ്വൈസ് നിങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സും അത് മനസ്സിലാക്കാനും അത് ചിന്തിച്ച് അത് നിങ്ങൾക്ക് എത്രത്തോളം ഫലവത്താകും എന്ന് ചിന്തിക്കാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾ വളർത്തി കൊടുക്കണം. പിന്നെ ഇവിടെ ഇമോഷണൽ ആയിട്ടുള്ള പരിപാടി വേണ്ട. ഫാമിലിയുടെ ഭാര്യയുടെ വീട്ടുകാരെ ബിസിനസ്സിലേക്ക് കയറ്റുക, ഭർത്താവിന്റെ വീട്ടുകാര്, ഫ്രണ്ട്, അവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, അവരുടെ കാലിബർ പ്രൂവ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എടുക്കുക. അതല്ലാത്തവരെ നിങ്ങൾക്കൊരു ബേർഡൻ ആയിട്ട് മാറാൻ പോകുന്നവരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ബേർഡൻ ആവുക തന്നെ ചെയ്യും അവര്, കേട്ടോ. അപ്പൊ ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഫാമിലി അറ്റാച്ച്മെന്റ് ഒന്നും വെച്ചിട്ട് നിങ്ങൾ ആളുകളെ നിങ്ങളുടെ ബിസിനസ്സിലേക്കോ നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്കോ ഒന്നും കൊണ്ടുവരണ്ട എന്നാണ് പറയുന്നത്. പാസ്റ്റിൽ ഇവിടെ അതേ കാർഡ് പിന്നെ വന്നേക്കുന്നുണ്ടോ? പാസ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി, അതോർത്ത് സങ്കടപ്പെടാതെ അതിൽ നിങ്ങൾ എന്തൊക്കെ തെറ്റാണ് ചെയ്തത് ആ തെറ്റുകൾ നിങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുൻപോട്ട് പോവുക. കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതായിട്ട് കണക്കാക്കുക. അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ, നമ്മൾ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ അവരെ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. ഒരു കോമ്പറ്റീഷൻ എപ്പോഴും ഉള്ളത് നല്ലതാണ്. അപ്പൊ നമ്മളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഇംപ്രൂവ് ചെയ്യും. കാരണം അവര് തെറ്റുകൾ കണ്ടുപിടിക്കും, അവരുമായിട്ട് കോമ്പറ്റീഷൻ വരുമ്പോൾ അവരെക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും. അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കുള്ള ടെൻഷൻ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അത് ഇപ്പൊ അസുഖം വരികയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കാണുക. അപ്പൊ നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകൾ നിങ്ങളുടെ ബിസിനസ്സിനെയോ നിങ്ങളുടെ മൈൻഡിനെയോ എഫക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. അനാവശ്യ ചിന്തകൾ പാടില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു ശ്രമം വേണമെന്ന് പറയുന്നുണ്ട്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇല്ലീഗലായിട്ട് ചെയ്ത എന്തെങ്കിലും പണി കിട്ടും, കേട്ടോ. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ലോയുടെ ഉള്ളിൽ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ, ലോയ്ക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പണി കിട്ടും. അത് നാണക്കേടാവും, പണനഷ്ടം, മാനഹാനി, ബന്ധുനഷ്ടം എല്ലാം വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബിസിനസ് പാർട്ട്നേഴ്സിന്റെ മക്കളെയോ അങ്ങനെ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു കല്യാണം നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം നാളെ ഫ്യൂച്ചറിൽ നിങ്ങളും ബിസിനസ് പാർട്ട്ണറും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നിങ്ങളെ ആരെയൊക്കെയാണോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് അവരെ എല്ലാം ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പണിയൊന്നും ചെയ്യാതിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാം ക്ലിയർ ആയിരിക്കണം. എംപ്ലോയീസും നിങ്ങളും അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സും നിങ്ങളും എല്ലാം ക്ലിയർ ആയിരിക്കണം. എഗ്രിമെന്റ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇമോഷൻസ് വെച്ച് ആൾക്കാരെ കാണരുതെന്നാണ്. വളരെ പ്രാക്ടിക്കൽ ആയിരിക്കണം. ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ പിശുക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ നിങ്ങൾക്ക് വേണമെന്ന് വെക്കരുത്. നിങ്ങളുടെ എംപ്ലോയീസുമായിട്ടും നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ടും ഈക്വൽ എങ്ങനെയാണോ എഗ്രിമെന്റ് അത് വെച്ച് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ബോണസ് കൊടുക്കാനുള്ള കൃത്യമായിട്ട് കൊടുക്കുക. ഇൻസെന്റീവ് ഉണ്ടെങ്കിൽ ഇൻസെന്റീവ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എംപ്ലോയീസ് ഇന്ന് സ്ഥിരമായിട്ട് നിൽക്കില്ല, മനസ്സിലായോ? എല്ലാവർക്കും പണമാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ പണം കൊടുക്കാതിരുന്നാല് പണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് കൊടുക്കണം എന്നല്ല, നമ്മളുടെ ഒരു മാർക്കറ്റ് ഇത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ എപ്പോൾ വേണമെങ്കിലും വേറെ കമ്പനീസിൽ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമല്ല ഇവർ ഇവിടുന്ന് തിരിമറി നടത്താനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ അതിന്റെ എൻഡ് റിസൾട്ട് നിങ്ങൾക്കാണ് വരിക. പിന്നെ ഉള്ളത് ഇവിടെയും ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ആരോടും ആത്മാർത്ഥത കാണിക്കണ്ട എന്നാണ് പറഞ്ഞത്. എല്ലാവരും പൈസയുടെ ഡീലിങ്സ് ആണ് ഇവിടെ. ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണ്ടെന്ന് പല പ്രാവശ്യം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്നവരായിട്ട് വേണ്ട. അതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ എഫക്ട് ചെയ്യും.
കാരണം അവര് നിങ്ങളുടെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കുറെ പണം പിടുങ്ങിയെടുക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ ബിസിനസ് നിങ്ങൾ ഫിനാൻഷ്യൽ ടേംസിൽ നിങ്ങൾ ഒരിക്കലും ആരുമായിട്ടും അരുതാത്ത ഒരു ബന്ധത്തിലേക്ക് പോകരുതെന്ന് പറയുന്നുണ്ട്. ആരെയും ജഡ്ജ് ചെയ്യണ്ട, ആരെയും സംശയത്തോടെ നോക്കണ്ട. പക്ഷെ ഒരു കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് അവർക്ക് കൊടുക്കണം എന്നത് നിർബന്ധമാണ്. അതല്ലെങ്കിൽ അവർ പിന്നെയും റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായോ? എല്ലാവരെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന, അതുപോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടെക്നോളജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം ഓരോ ദിവസവും. ഒരു ഡോക്ടർ ആണെങ്കിലും ആരാണെങ്കിലും എപ്പോഴും അപ്ഡേറ്റ്. കാരണം സയൻസ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പം നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ചൈന ഒരു കാര്യം ഇറക്കി കഴിഞ്ഞാൽ അതിൽ ബെറ്റർ ആയിട്ട് വേറെ ഏതെങ്കിലും കൺട്രി ഇറക്കാൻ നോക്കും ബിസിനസ്. പക്ഷെ ചൈനയാണ് ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം എപ്പോഴും അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഓരോ പ്രോഡക്ട്സും അപ്ഗ്രേഡ് ചെയ്ത പ്രോഡക്ട്സ് ഓരോ ദിവസം അവർക്ക് ഇറക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പൊ എപ്പോഴും അപ്ഗ്രേഡഡ് ആയിരിക്കണം നിങ്ങൾ. അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു എന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇല്ലാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഒരു കാര്യം തീരുമാനിക്കരുത്. എപ്പോഴും അതിലെ പ്രോസ് ആൻഡ് കോൺസ്, അതിലെ നല്ലത് വശവും ചീത്ത വശവും നിങ്ങൾ കാണണം, എന്നിട്ടേ ഒരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഓഫർ തന്നു കഴിഞ്ഞാൽ, ഇപ്പം ചിലർ പറയും ഇപ്പം നിങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ ഓഫർ വരും, ഇത്ര രൂപ എന്താണ് ഇൻവെസ്റ്റ് നാഷണൽ ബാങ്ക് അല്ല ഞാൻ പറയുന്നത്, ചില ബാങ്കുകളിൽ നിന്നൊക്കെ ഓഫർ വരും. ഇപ്പൊ 2 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ 4 ലക്ഷം ആവും, പണം ഇരട്ടിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അത് എടുക്കാതിരിക്കുക. കാരണം ഇരട്ടിപ്പ് ആരും നമുക്ക് ഒരു കാര്യവും ഫ്രീ ആയിട്ട് തരില്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളിപ്പോ ഡിസ്കൗണ്ട് സെയിൽ ആണെങ്കിൽ പോലും അതിനകത്തും അവരൊരു കമ്പനിക്ക് പ്രോഫിറ്റ്, അവർക്ക് ബാങ്കുകാർക്ക് പ്രോഫിറ്റ് ഇല്ലാതെ നമ്മളെ നന്നാക്കിയിട്ട് അവർക്ക് വല്ല കാര്യമുണ്ടോ? അപ്പൊ എല്ലാത്തിലും എന്തൊക്കെയോ ഒരു കാര്യം മറഞ്ഞിരിക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. എല്ലാ ഓഫേഴ്സും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു ഓഫറും നിങ്ങൾ എടുക്കരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആരും ഫ്രീ ആയിട്ട് പൈസ തരില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കണം. ചിലർക്ക് ഇൻഹെറിറ്റ് ചെയ്യും, ഫാമിലിയിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ, വൈഫിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ, അങ്ങനെയുള്ള പൈസ ഒന്നും നിങ്ങൾക്ക് വരാനില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം. അതിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, സമയം മാറും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആരിൽ നിന്നും ഒന്നും നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുകയോ ആരിൽ നിന്നും എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും ഒക്കെ തരും എന്നെ പ്രതീക്ഷിച്ചിരിക്കണ്ട. ആർക്കും ഒന്നും തരാനില്ല. നമ്മളോട് ആർക്കും ഉത്തരവാദിത്തമില്ല. നമുക്കാണ് നമ്മളോടുള്ള ഉത്തരവാദിത്തം. നമ്മൾ മറ്റുള്ളവരുടെ മുതുകത്ത് വെച്ചിട്ട് കാര്യമില്ല. ആർക്കും നമ്മളോട് ഉത്തരവാദിത്തമില്ല. അപ്പോ നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ യുക്തിപരമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ കൊണ്ടിട്ടാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തേർഡ് പാർട്ടി കണക്ഷൻസ്, അവർക്ക് പൈസ കൊടുക്കുന്നു, പിന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടമാകുന്നു, നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾക്ക് കടം കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കാതെ പണം വരവിൽ കൂടുതൽ ചെലവാക്കുന്നു. അങ്ങനെയൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങളുടെ ബെറ്റർ ആവാത്തത്. നിങ്ങൾ നന്നായിട്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ബെറ്റർ ആയവരുടെ ലൈഫ് ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അവരെ കുറിച്ചിട്ട് അവരിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? ആത്മാർത്ഥത വേണ്ടാന്നല്ല, ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ കാണുക. അതാണ് മെയിൻ കാര്യം. ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ കാണണ്ട കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, വെർഗോ, പൈസീസ്, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Taurus, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Pisces. ബാക്കി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ച് തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.